ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ നോക്കാൻ പോകുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. വിവോ X300 റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഉള്ളത് റെഡ് കളർ മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വിവോയുടെ ലേറ്റസ്റ്റ് എക്സ് സീരീസ് ഫോണുകളാണ് നമ്മുടെ X300ഉം X300 Proവും. അതിൽ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഒരു 70,000 റേഞ്ചിൽ ഒരു ക്യാമറ ഫോൺ, വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം തന്നെയാണ്. ഇത് മാറിപ്പോയി. ഈ സാധനം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ആക്ച്വലി ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും ഭയങ്കര സെയിൽസ് ആയിട്ട് നിൽക്കുന്നതും. നമുക്ക് ആക്ച്വലി റെഡ് കളറാണ് ഏറ്റവും ഇതിൽ വൺ ഓഫ് ദ ഫേമസ് സാധനം. ഈ റെഡ് കളർ ഇപ്പോൾ കിട്ടാനേ ഇല്ല, അത്ര അധികം ഷോർട്ടേജ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ ആകെ ബ്ലൂ കളർ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്രയും ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡിമാൻഡുള്ള ഒരു ക്യാമറ ഫോണാണ് 70,000 റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ 70,000 റേഞ്ചിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാംസങ് S26 കിട്ടും, നമ്മുടെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച Oppo Find X9 കിട്ടും, മോട്ടോറോളയുടെ സിഗ്നേച്ചർ കിട്ടും. അതുപോലെ തന്നെ പിന്നെന്താ കിട്ടുക, ക്യാമറ ഫോൺ എന്നുള്ള റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ iPhone 17 കിട്ടും. iPhone 17 പക്ഷേ ഫുൾ ക്യാമറ സെറ്റപ്പ് ഒന്നും ഇല്ല, 2 സെൻസർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ എന്നാലും അത് ക്യാമറ ഫോണായിട്ട് നോക്കാം. പിന്നെ നമ്മുടെ Pixel 10 കിട്ടും, എൻ്റെ Pixel 10 ഉണ്ടാകും, നമ്മളിപ്പോൾ സെൽ ഔട്ട് ചെയ്തു കിട്ടാം. പിന്നെ അങ്ങനത്തെ 2, 3, 4 ഫോൺ കിട്ടും. പക്ഷേ ഇതിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാവുന്ന 2 ഫോണുകളാണ് Pixel 10ഉം അതുപോലെ തന്നെ നമ്മുടെ സാംസങ് S26 ഞാൻ തീരെ റെക്കമെൻഡ് ഇല്ല. എന്ന് വെച്ചാൽ 3-4 കൊല്ലമായിട്ട് അവർ സെയിം സെൻസർ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. 10 മെഗാ പിക്സൽ സെൻസറൊക്കെ കൊല്ലം മുമ്പ് ഉപയോഗിക്കുന്ന സാധനമാണ്. 2026 10 മെഗാ പിക്സലും 12 മെഗാ പിക്സലൊന്നും അണ്ടർ എന്ന് തന്നെ പറയാം. എന്താ പറയുക, അണ്ടർ റേറ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ 20,000 ഫോണിൽ പോലും 50 മെഗാ പിക്സൽ തരുന്ന സമയത്ത് സാംസങ് ഇപ്പോഴും 10-12 മെഗാ പിക്സൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സെയിം അവസ്ഥ തന്നെയാണ് പിക്സലിൻ്റെ സെൽഫി ക്യാമറ 10.5 ഇപ്പോഴും Pixel 10ലും. പ്രോ വേരിയന്റിൽ വരുമ്പോൾ മാറ്റം വരും. അതേപോലെ തന്നെയാണ്. അപ്പോൾ അത് 70,000 50,000 റേഞ്ചിൽ വരുന്ന സാധനമാണ്. എസ്പെഷ്യലി S26 ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയതാണല്ലോ പിക്സലിൻ്റെ. പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായി ഇരിക്കും ഈ സാധനം, എന്നിട്ടും അതേ സെയിം സെൻസറാണ്. അപ്പോൾ അതിന് ആ റേഞ്ചിലൊന്നും ഒരു സാധനം പോയി വാങ്ങിക്കരുത്. S25 പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, അത് പിന്നെയും കുഴപ്പമില്ല. സാംസങ് ഫോൺ ആ റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ അതിൽ എടുക്കുന്ന ഫോട്ടോസ് പൊട്ടേന്നല്ല പറഞ്ഞു. പക്ഷെ നമുക്ക് ആ സ്പെക്സ് ഉണ്ടല്ലോ, അത് തീരെ ഒരു വാല്യൂ തരാത്തൊരു സ്പെക്സ്. അതും നമ്മുടെ ഐഫോണിന്റെ പോലെ തന്നെ 4-5 കൊല്ലം അത് ശിവന്മാർ 2 സെയിം പരിപാടിയാണല്ലോ അവിടെ. ഇപ്പോൾ ഐഫോൺ ഇപ്പോൾ ലാസ്റ്റ് iPhone 17 മാറ്റി, ഈ വന്നങ്ങൾ അതും മാറ്റിയിട്ടില്ല. അപ്പോൾ പറഞ്ഞിട്ട് തരില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 2 വീക്ക് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ സാംസങ് ഹേറ്ററാണെന്ന് വിചാരിക്കേണ്ടത്. എൻ്റെ പ്രൈമറി ഫോൺ സാംസങ് തന്നെയാണ്. പക്ഷേ പറയേണ്ട കാര്യം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞാലും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് സെക്കൻഡറി ഫോണായിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ BSNL സിം ഉപയോഗിക്കുന്നത്. ഞാൻ BSNL പോർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇവിടെ എറണാകുളത്ത് വൻ ഷോക്കാണ് BSNL ഇട്ടാ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു കോമ്പാക്ട് ഫോണാണ്. ഇത് 6.3 ഇഞ്ച്. നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 6.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ ഒക്കെ ടോപ്പ് നോച്ച് ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz വരുന്നുണ്ട്, PWM ഡിമ്മിങ് വരുന്നുണ്ട്, HDR10+ വരുന്നുണ്ട്, എല്ലാ സാമാനവും വരുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. കണ്ടു, അൾട്രാസോണിക് തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കണ്ടു, നല്ല ക്വാളിറ്റി, നല്ല കളറായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ കുട്ടി ഡിസ്പ്ലേ ആണ്. 6.3 വരുന്നുള്ളൂ, 6.3 ഇഞ്ച് വരുന്നുള്ളൂ. കോമ്പാക്ട് ഫോണാണ്. അപ്പോൾ കോമ്പാക്ട് ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ സാധനം ആപ്റ്റായിട്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് 10/10 തന്നെ കൊടുക്കാം. പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യമാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയിൽ നമുക്ക് നോക്കുമ്പോൾ ഇത് ആക്ച്വലി ബാക്കിൽ ഫൈബർ ഗ്ലാസ് ആയിട്ടാണ് വരുന്നത്, ഒറിജിനൽ ഗ്ലാസ് അല്ല. അപ്പോൾ ഫൈബർ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഈ സാധനം സ്ക്രാച്ച് ആവട്ടാ. എൻ്റെ കയ്യിൽ സ്ക്രാച്ച് ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഹാർഡ് സർഫസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സ്ക്രീൻ നമ്മുടെ ഈ കേസ് ഒന്നും ഉപയോഗിക്കുകയാണെങ്കിൽ സ്ക്രാച്ച് വരാം. നമ്മുടെ സാധാരണ എന്താ പറയുക കോർണിംഗ് ഒരു ഗ്ലാസ് വിക്ടസ് 2 പോലത്തെ ഗ്ലാസ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. ഇത് അവരവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക കട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എന്താ പറയുക, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാക്ക് കഴിഞ്ഞൊന്നും വായനയില്ല. സംഭവം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇഷ്യൂസ് ഒന്നും ഇല്ല. കാണുമ്പോൾ ഗ്ലാസും കാണലൊക്കെ തന്നെയാണ്. പക്ഷേ സംഭവം ഒറിജിനൽ ഗ്ലാസ് അല്ല കേട്ടോ. അതാ എനിക്ക് തോന്നുന്ന പ്രോ മോഡലിലും അല്ല എന്നാണ് എൻ്റെ ഒരു സംശയം. നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക, എന്താ പറയുക, ജെറി റിഗ് ഉണ്ടല്ലോ, ആളുടെയൊക്കെ വീഡിയോ നോക്കി നോക്കാം. വേറെ ഒരു ഇന്ത്യൻ വീഡിയോസും ചെയ്യുന്ന ഒരാളും ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ സ്ക്രാച്ച് ടെസ്റ്റൊക്കെ. ഇതിൽ സ്ക്രാച്ച് ആവുന്നുണ്ട്. നോർമലി ഗ്ലാസിനായിട്ടും മുമ്പേ തന്നെ സ്ക്രാച്ച് ആവുന്നുണ്ട് ഈ സാധനം. അതുപോലെ തന്നെ ഫ്രെയിം ബ്ലാക്കാണ്. ഇത് റെഡ് കളറിൻ്റെ മോഡലാണ്. ഇത് എൻ്റെ ഉള്ളത് റെഡ് ആണല്ലോ. അപ്പോൾ ഈ ഫ്രെയിം ബ്ലാക്കും എന്താ പറയുക, ഫ്രെയിം ബ്ലാക്കും എന്താ പറയുക, നമ്മുടെ ബാക്ക് റെഡ് ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ
ലുക്കാണ് തരുന്നത്. ഒരു കിടിലൻ പ്രീമിയം ലുക്ക് എന്ന് തന്നെ പറയാം. ഫ്രെയിമൊക്കെ അലുമിനിയം ബിൽഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയിലൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല. വെയിറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ, 189 ഗ്രാമൊക്കെ ഉള്ളൂ. കോമ്പാക്ട് ഫോണാണല്ലോ. ബിൽഡിന് നമുക്ക് കേസും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ ഗാർഡും വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം, അത് എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയിൽ ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. IP68 മാച്ച് IP69 ഒക്കെ ഉണ്ട്. IP69K ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. IP69 വരെ ഉള്ളൂ. ബിൽഡ് ക്വാളിറ്റിയിലൊന്നും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് നമ്മളെന്താ പറയുക, ഇതിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ഷനൊക്കെ ഇവരുടെ തന്നെ വിവോയുടെ തന്നെ ഗ്ലാസ് പ്രൊട്ടക്ഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല, നമ്മുടെ ഐഫോണിൻ്റെ പോലെയാണ്. നമ്മുടെ ഐഫോണിൻ്റെ ഉള്ളിലത്തെ സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയില്ലല്ലോ. എസ്പെഷ്യലി ബാറ്ററിയുടെ കാര്യമൊന്നും വലിയ ഡീറ്റെയിൽസ് അവർ പറയാറില്ല. അതുപോലെ തന്നെ അവരുടെയും കുഴപ്പമില്ലാത്ത എൻ്റെ ഇതിലായിട്ട് സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല. ഒന്നാമത് ഞാൻ അതിൻ്റെ സ്ക്രീൻ കാർഡൊന്നും റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ടോപ്പ് നോച്ച് തന്നെയാണ്, നമുക്ക് വലിയ കംപ്ലൈൻറ്റ് പറയാനില്ല. ഒറിജിനൽ ഗ്ലാസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 8/10 കൊടുക്കാം. അപ്പോൾ അതാണ് നമുക്ക് ഇത് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ OS പ്ലസ് നമുക്ക് ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്ത് നമുക്ക് പറയുമ്പോൾ എന്താ പറയുക, നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ വലിയ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി, നല്ല എന്താ പറയുക, ഏത് സിം ഇട്ടാലും. ഞാൻ ആക്ച്വലി എയർടെൽ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ജിയോ ഉപയോഗിച്ചുണ്ടായിരുന്നു, BSNL ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് റേഞ്ച് കിട്ടുന്ന സ്ഥലത്തും റേഞ്ച് കുറവായ സ്ഥലത്തും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ റേഞ്ച് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ എന്താ പറയുക, BSNL നമുക്ക് ഈ ഏരിയയിൽ, കാക്കനാട് ഏരിയയിലും അല്ലെങ്കിൽ വാഴക്കാല ആ ഏരിയയിലൊക്കെ കുറച്ച് റേഞ്ച് ഇഷ്യൂ ഉണ്ട് ചില സമയത്ത്. അപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ 2-3 ഘട്ടം പിടിക്കുന്നുണ്ട് മിക്ക സമയത്തും. അങ്ങനത്തെ വലിയ കാര്യമായിട്ടുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പറയുന്നത് നമുക്ക് ഇതിൻ്റെ UI ആണ്. അതായത് നമ്മുടെ എന്താ പറയുക, ഒറിജിനോയ്സ് ആണ്. ഒറിജിനോയ്സിന് കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 7/10 കൊടുക്കാം. ഫൺ ടച്ചേഴ്സിനായിട്ടും ബെറ്ററാണ്. പക്ഷെ ഇപ്പോഴും പരസ്യങ്ങളും അനാവശ്യ ആപ്പുകളും ബ്ലോട്ട് വൈസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറേ ആപ്പ് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റാത്ത ആപ്പുകളുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു X-Series ഫോണുകൾക്കൊക്കെ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും അത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഫൺ ടച്ചേഴ്സിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള മാത്രമേ സംഭവം നമുക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള OS ആയിട്ടൊന്നും വലിയ അടുത്ത് കൂടെ ഒന്നും പോകുന്നില്ല. പക്ഷേ കുറേ ഫീച്ചേഴ്സും കസ്റ്റമൈസേഷനും അതുപോലെ തന്നെ AI ഫീച്ചേഴ്സ് ക്യാമറയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു എന്താ പറയുക, ക്ലീൻ UI അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, അതിന് നിങ്ങളിപ്പോൾ അങ്ങനത്തെ OS ഒക്കെ ഉപയോഗിച്ച ആൾക്കാരാണെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ One UI ആൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, Pixel UI ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മോട്ടോ UI അല്ലെങ്കിൽ ഹലോ UI ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ ആദ്യം നിന്ന് ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. One UI അല്ല, നമ്മുടെ ഓക്സിജൻ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഓക്സിജൻ അല്ലെങ്കിൽ നമ്മുടെ കളർ ഓയിസിലൊന്നും വലിയ കാര്യമായിട്ടുള്ള പരസ്യം ഇതിൻ്റെ അത്ര ഒന്നുമില്ല എന്തായാലും. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം പറയാം. ഞാൻ എൻ്റെ ഇപ്പോൾ 5X9 ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അല്ലാണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ മാർച്ച് അപ്ഡേറ്റ് ആണ് അതിൽ കിടക്കുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5 years അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് പറയാനുള്ളത് പെർഫോമൻസിൻ്റെ കാര്യമാണ്. പെർഫോമൻസിൽ എനിക്ക് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തോന്നിയില്ല. MediaTekൻ്റെ Dimensity 9500 എന്ന് ഞാൻ 3 nanometer വരുന്ന പ്രൊസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെർഫോമൻസിലും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. 9400 ആയിക്കോട്ടെ, കഴിഞ്ഞ കാലത്ത് ആയിക്കോട്ടെ, വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഗെയിമിംഗ് ഒക്കെ കളിക്കാം. ഹീറ്റിംഗ് നമ്മൾ ഭയങ്കര ലോങ് ടൈം ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് ഹീറ്റിംഗ് വരുന്നുണ്ട്. അത് കുട്ടി ഫോൺ ആയതുകൊണ്ടായിരിക്കാം. അല്ലാണ്ട് വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഗെയിമിംഗ് കളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ചെറിയ ഫോൺ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു മീഡിയ കൺസപ്ഷന് പറ്റില്ല. കുട്ടി അല്ലാണ്ട് കളിക്കുകയൊക്കെ ചെയ്യാം. ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്, ബാറ്ററിയുടെ കാര്യം. ബാറ്ററി 6000 mAh ഓൾമോസ്റ്റ് 6000+ mAh ബാറ്ററി സപ്പോർട്ട് വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് വരുന്നുണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയാൻ എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 to 8 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 weeks ആയിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ അതും കുഴപ്പമില്ലാത്ത നല്ല സാധനം തന്നെയാണ്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ അടുത്ത മെയിൻ സംഭവം എന്ന് പറയുന്നത് ക്യാമറയാണല്ലോ. അപ്പോൾ ക്യാമറയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. നമുക്കിതിൽ ട്രിപ്പിൾ ക്യാമറ സെൻസറാണ് വരുന്നത്. ഒരെണ്ണം 200 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും സാംസങ്ങിൻ്റെ സെൻസറാണ്. അടുത്ത 2 എണ്ണവും നമ്മുടെ 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. ടെലിഫോട്ടോ ആയിക്കോട്ടെ മറ്റേതായിക്കോട്ടെ 250 മെഗാപിക്സൽ തന്നെയാണ്. ഈ ഇരിക്കുന്ന മെയിൻ സെൻസർ ഉണ്ടല്ലോ 200 മെഗാപിക്സലിൻ്റെ, ആ സെൻസറാണ് നമ്മുടെ വിവോ X300 Proയിൽ ടെലിഫോട്ടോ ലെൻസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം X300ലും X300 Proയിലും ഒരേ സെയിം സെൻസേഴ്സ് തന്നെ ഉപയോഗിക്കുന്നത്. ഷിഫ്റ്റ് ചെയ്ത് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം അങ്ങനെ ആയിരുന്നില്ല. X200ലും X200 Proയിലും സെൻസേഴ്സ് വ്യത്യാസമാണ്. പക്ഷേ ഈ പ്രാവശ്യം അവരത് സെയിം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ കമ്പാരിസൺ നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20 to 30 റേഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട് പ്രൈസിൻ്റെ പ്രോയിൻ്റെ ആയിട്ട്. പ്രോയിൽ വലുതാന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ക്യാമറ ബമ്പ് കുറച്ച് ചെറുതാക്കി പോയി. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുറച്ചുകൂടി വലുതാക്കായിരുന്നു അവർക്ക്. ആ ഒരു ലുക്ക് കിട്ടിയേനെ, ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് കിട്ടിയേനെ. അതൊരു കുറഞ്ഞ പോലെ തോന്നി. നിങ്ങൾ ആക്ച്വലി X300 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ശരിക്കും ആക്ച്വലി ഒരു പ്രീമിയം ലുക്ക് തോന്നും.
വലിയ ക്യാമറ ബമ്പ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ഫോണാണ് നമുക്ക് തോന്നും. ആ കാശ് കൊടുത്തതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. അല്ലാണ്ട് ക്യാമറ മോശം എന്നല്ല പറഞ്ഞത്. പിന്നെ സൈസിൻ്റെ ഇത് വരുന്നുണ്ട്, സൈസ് കോട്ടിങ് വരുന്നുണ്ട്. പിന്നെ സൈസിൻ്റെ അവരെ എന്താ പറയുക, ഇതിൻ്റെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാലും സൈസിൻ്റെ കുറേ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ ഐൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയിരിക്കുന്നു തന്നെ ഫൺ ടച്ച് അല്ല, നമ്മുടെ ഒറിജിനൽ OSൻ്റെ സ്ഥിരം ഒരു ക്ലട്ടേഡ് ആയിട്ടുള്ള ഒരു UI തന്നെയാണ്. ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ക്ലട്ടേഡ് തന്നെയാണ്. ഇതൊക്കെ ഒരു കുറച്ച് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഫൺ ടച്ച് OS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണെന്നാലും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്ലട്ടേഡ് ആണ് സംഭവം. അതോ ആ OS അടക്കം കുറച്ച് ക്ലട്ടേഡാണ്. പിന്നെ നമുക്ക് നോക്കാം ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 4K 60 FPS ഒക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. ഞാൻ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഒക്കെ വഴി നമ്മളിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിതിൽ LED ഫ്ലാഷ് വരുന്നത് ഇവിടെയാണ്. അത് വീഡിയോ ഓൺ ആയതാണ് കേട്ടോ. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്പീക്കർ സൗണ്ട് കിടലാണ് കേട്ടോ. കുട്ടി ഫോണാണെങ്കിലും നല്ല ക്വാളിറ്റി സൗണ്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സിഗ്നേച്ചറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സിഗ്നേച്ചറിൻ്റെ എന്താ പറയുക ഓഡിയോ കിടിലനാണ്. സൗണ്ട് ബൈ ബോസ് ആണ്. അതിൻ്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അതായത് സൗണ്ട് വരുന്നത് അത് പുറത്തുനിന്നാ, സോറി പള്ളിയില്ല. 6 മണിയാണോ? എത്ര മണി? ജസ്റ്റ് അതൊന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ നമുക്ക് പറയാനുള്ളത് സെൽഫി ക്യാമറയെ കുറിച്ചാണ്. സെൽഫി ക്യാമറ നമുക്ക് 50 മെഗാപിക്സലിന്റെ സെൻസർ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറ പെർഫോമൻസ് കിടിലം തന്നെയാണ്. പിന്നെ പോർട്രേറ്റിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. വിവോ അവിടെ ടോപ്പായിട്ട് നിൽക്കേണ്ടവരെ മെയിൻ അൽഗോരിതം കാരണം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ X300 അൾട്ര വരുന്നുണ്ട്, X300 FE വരുന്നുണ്ട്. അപ്പോൾ X300 FE എന്തായാലും ഇന്ത്യയിൽ വരുന്നുണ്ട് ഉറപ്പായിട്ടുണ്ട്. X300 അൾട്രന്റെ കാര്യം ഡൗട്ടാണ് കേട്ടോ. Oppo Find X9 അൾട്രയും വരുന്നുണ്ട്. രണ്ടും ചൈനയിലൊക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ വരുമെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അൾട്ര സീരീസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം വരുമെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ അവർക്ക് അത്ര അധികം സെയിൽസ് കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും പ്രൈസ് നമ്മുടെ സാംസങ് S26 അൾട്രേൻ്റെ പോലെയും ഐഫോണിൻ്റെ പ്രോൻ്റെ മോഡലൊക്കെ ആ റേഞ്ചിൽ വരും എന്തായാലും. അപ്പോൾ ആ റേഞ്ചിൽ ഇവർക്ക് സെയിൽസ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവർ ഇറക്കാത്തത്. കഴിഞ്ഞ പോലെ ഇറക്കിയെന്നില്ല. പിന്നെ ഇതിൽ നമുക്ക് eSIM സപ്പോർട്ട് വരുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ DDR5X റാമാണ്. ഇത് 12GB വേരിയൻ്റാണ്. അതുപോലെ തന്നെ UFS 4.1 ആണ് വരുന്നത്. അതുപോലെ തന്നെ Type-C പോർട്ടിന് പറയുകയാണെങ്കിൽ Type-C 3.2 ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ടോപ്പിൻ്റെ വെച്ച് തന്നെയാണ്. അത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെന്താ Bluetooth 5.5 ആണെന്നൊന്നും മിസ്സായില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഗീക്ക് ബെഞ്ചിൻ്റെയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ തന്നെ ആക്ച്വലി നമ്മുടെ ഒരു റിയൽ യൂസേജ് റിവ്യൂ ആണ് നമ്മൾ പറയണം. അല്ലാണ്ട് നമ്മൾ ഗീക്ക് ബെഞ്ച് സ്കോറും അതൊക്കെ നോക്കിയിട്ടൊന്നും പറയാറില്ല. അതൊക്കെ ജസ്റ്റ് ഒരു കൺട്രോൾഡ് എൻവറോൺമെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നവർ നമ്മുടെ AC-യുടെ എനർജി എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്ന പോലെയാണ്. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു വിചാരിക്കുന്നു. നാനോ സിം സപ്പോർട്ടാണ്. അതും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4500 ഉണ്ട് കേട്ടോ. പീക്ക് ബ്രൈറ്റ്നസ് ആണ്, അത് HPM അല്ല. പിന്നെ 6.31 ആണ്, 90.1 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു കേട്ടോ. ഓൾമോസ്റ്റ് നമ്മളെല്ലാം പറഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു ക്വിക്ക് റിവ്യൂ. എനിക്ക് ആക്ച്വലി സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. ആകെ ഞാൻ കുറച്ച് കോൺസ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് പോയിന്റ്സ് പറഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്യാമറ ബമ്പ് കുറച്ചുകൂടി അവർക്ക് വലുതാക്കായിരുന്നു. ഒരു പ്രീമിയംനെസ് കൂടിയനെ. എന്ന് വെച്ചാൽ ഒരു 10-70,000 രൂപ വില വരുന്ന ഒരു ഫോണാണല്ലോ. അപ്പോൾ ആ പ്രീമിയംനെസ് കൂടിയനെ. അതുപോലെ തന്നെ അതൊരു റിയൽ ഗ്ലാസ് ആക്കിയിട്ട് വിക്ടസ് 2 അങ്ങനത്തെ ഗ്ലാസ് ആക്കാത്തത് എനിക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നി, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു ഫാക്ടറായിട്ട് തോന്നി. പിന്നെ കോമ്പാക്ട്, എനിക്ക് നോർമലി കോമ്പാക്ട് ഫോൺ വലിയ പിടുത്തൊന്നുമില്ല. കുറച്ച് വലുത ഫോണാണ് ഇഷ്ടം. പക്ഷേ കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കത് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ അനുസരിച്ച് മാറും. അത് ഇപ്പോൾ എനിക്ക് ആക്ച്വലി അത് വലിയൊരു കോമ്പാക്ട് ഫോൺ വലിയൊരു പിടുത്തായത് ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് നമുക്ക് ഒന്നും തോന്നിയില്ല. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന് നമുക്കൊരു കേസ് കിട്ടാനേ നല്ല ബ്രാൻഡ് ഇപ്പോൾ സ്പീഗൻ്റെയോ റിങ്കേൻ്റെയോ അങ്ങനത്തെ ഒന്നും കേസ് ഈ വിവോ X300 ഒന്നും കിട്ടില്ല. X300 Pro ആയാലും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പോലെ ഞാൻ X200 Pro ഉപയോഗിക്കുമ്പോഴും അപ്പോഴും ഈ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറച്ച് ലോക്കൽ ബ്രാൻഡുകൾ മാത്രമേ ഇറക്കുന്നുള്ളൂ. അതെന്താണ് സംഭവം എനിക്ക് മനസ്സിലാവില്ല. പറയുമ്പോൾ ഇത് ഇത്രയും സെല്ലാവുന്നൊരു മോഡലാണ്. അറ്റ്ലീസ്റ്റ് ഒരു X സീരീസ് ഫോണുകൾക്കൊന്നും ഈ സ്പീഗനും റിങ്കെ അതുപോലെ അങ്ങനത്തെ കുറച്ച് സൗത്ത് കൊറിയൻ പറയണം. അവരെന്താ ഇറക്കാത്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും സെയിലുള്ള മോഡൽ എന്താ ഇറക്കാത്തത് ഇപ്പോഴും ഇല്ല. ഞാൻ എപ്പോഴും ഇതിൻ്റെ ഒരു നല്ല കേസ് തപ്പിയോളൊക്കെ ആയിരുന്നു. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ റിഗിയർ എന്ന് പറഞ്ഞൊരു കേസാണ്. ഇതെല്ലാം ഒരു യൂണിവേഴ്സൽ കേസ് ഒരു ബ്രാൻഡ് ചുമ്മാ അത് വിൽക്കാറക്കെന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും ബ്രാൻഡിങ് ഉണ്ടാവില്ല കണ്ടോ. മറ്റേതാകുമ്പോൾ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടും ഈ സ്പീക്കറിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ സാംസങ്ങിൽ ഞാൻ ഉപയോഗിക്കുന്നത് റിങ്കേൻ്റെ കേസാണ്. ഈ സാധനമൊക്കെ നമുക്ക് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ മിലിറ്ററി ഗ്രാൻഡേഡ് സർട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് നിലത്ത് വീണാലും അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കാനില്ല. അപ്പോൾ ഇതൊക്കെ ലോക്കലൊക്കെ ആകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതൊന്നും പ്രഷർ അബ്സോർബ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ചുമ്മാ ജസ്റ്റ് നോർമൽ സ്ക്രാച്ച് വരാണ്ടിരിക്കാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കുറച്ച് നെഗറ്റീവായിട്ടാണ് എനിക്ക് ഇത്ര തോന്നിയത്. അല്ലാണ്ട് വേറെ വലിയ സംഭവമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ആ UI അത് കുറച്ചും കൂടിയും
ഇതൊക്കെ നമ്മുടെ എക്സ് സീരീസിന് അറ്റ്ലീസ്റ്റ് എക്സ് സീരീസിന് ഒരു സ്പെഷ്യൽ ബ്ലോട്ട് വയറും സംഭവമൊന്നും ഇല്ലാണ്ട് ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് നന്നായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ആരൊക്കെ നമ്മുടെ എക്സ് സീരീസ് X300 X300 Pro ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്താ വെച്ചാൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഏറ്റവും ഞാൻ പറയുന്നത് റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിവോയുടെ ഫോണുകളാണ് ടോപ്പ് നിൽക്കുന്നത് ഇന്ത്യയിൽ സെല് ചെയ്യുന്നത്. ടോപ്പ് 1 ഇപ്പോൾ വിവോ. അതിൽ മിക്കവാറും എക്സ് സീരീസ് നല്ലപോലെ സെയിലിനായിരിക്കും. അപ്പോൾ ആരൊക്കെ X300ഉം X200 Proവും അല്ലെങ്കിൽ X300 Pro ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് JMG.bank സപ്പോർട്ട് നോക്കുന്നവർ നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിൽ കൂടെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് നോക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ നോക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ.